നമുക്ക് സംസ്ഥാനത്തേക്ക് എത്തിയാൽ സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ 11 ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ എല്ലാ ജില്ലകളിലും അതീവ ജാഗ്രത വേണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിക്കുന്നുണ്ട്. വിവരങ്ങളുമായി മാനസ, കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ ഒരു വലിയ അർത്ഥത്തിൽ മഴ ഇല്ല എങ്കിൽ പോലും നിലവിൽ മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ മുന്നറിയിപ്പിൽ പറയുന്നത്? തീർച്ചയായും ജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംസ്ഥാനത്ത് നിലവിൽ തീവ്ര മഴയ്ക്കോ അതിശക്തമായ മഴയ്ക്കോ സാധ്യതയില്ല എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പിലും പറയുന്നത്. നിലവിൽ ഈ എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അത് ഇന്ന് തുടരും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ തിരുവനന്തപുരം മുതൽ കോട്ടയം വരെയുള്ള ജില്ലകൾക്ക് മുന്നറിയിപ്പ് ഇല്ല എങ്കിൽ കൂടിയും നേരിയ രീതിയിലുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ശക്തമായ മഴ തുടരും എന്ന് തന്നെയാണ്. പക്ഷേ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം ഇന്ന് വരെ മാത്രമാണ് അലർട്ടുകൾ വിവിധ ജില്ലകൾക്കായി നൽകിയിട്ടുള്ളൂ. ശേഷം ജൂലൈ 2-ന് ശേഷം ഇത്തരത്തിൽ മഴ സജീവമാകും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ജൂലൈ പകുതിയോടെ അതിശക്തമായ മഴ കേരളത്തിൽ ലഭിക്കും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ വരുന്ന മണിക്കൂറുകളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. നിലവിൽ മധ്യ കേരള തീരത്ത് ഈ ന്യൂനമർദ്ദപാത്തി നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ സ്വാധീന ഫലമായാണ് ഇത്തരത്തിൽ മഴ ലഭിക്കുന്നത്. മാത്രമല്ല, ശക്തമായ കാറ്റിനാണ് സാധ്യത. മണിക്കൂറിൽ 45 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനാണ് സാധ്യത. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട്. മലയോര മേഖലകളിലും അതീവ ജാഗ്രത തുടരേണ്ട സാഹചര്യമാണ്. ഈ മഴ മുന്നറിയിപ്പ് ഇല്ല എങ്കിൽ കൂടിയും ചില മലയോര മേഖലകളിൽ അതീവ ജാഗ്രതയിൽ തന്നെ പോകണം. നല്ല ശക്തമായ രീതിയിൽ മഴ ലഭിക്കുന്നുണ്ട്. നിലവിൽ മധ്യ വടക്കൻ ജില്ലകളിലാണ് മഴ കനക്കുന്നത്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിലൊക്കെയാണ് ശക്തമായ രീതിയിൽ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുൻപ് വരെ കണ്ണൂർ ജില്ലയിൽ വിവിധ ഭാഗങ്ങളിലായി മഴ ലഭിക്കുന്നു. ഒപ്പം കോഴിക്കോടും ഇത്തരത്തിൽ തന്നെയാണ്. ചെറിയ രീതിയിൽ മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ കൂടിയും മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് അലർട്ടുകളിൽ എപ്പോൾ വേണമെങ്കിലും മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക. മലയോര തീരദേശ മേഖലകളിലുള്ളവരും അതീവ ജാഗ്രത പാലിക്കുക. മോശം കാലാവസ്ഥയായതിനാൽ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധന വിലക്ക് തുടരുകയാണ്. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ശക്തമായ മഴ ലഭിച്ചതിനാൽ തന്നെ ഈ മലയോര മേഖലകളിലുള്ള രാത്രി യാത്രയ്ക്ക് വിലക്കുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രയ്ക്കും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഏതായാലും അതീവ ജാഗ്രതയോടെ മുന്നോട്ട് പോകാൻ തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ശരി, മനസ്സയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ പുതിയ മുന്നറിയിപ്പിൻ്റേത് അറിയിച്ചത്.